നമസ്കാരം. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ നിമിഷം നിങ്ങൾ എന്താണ് അറിയേണ്ടത്. ഈ നിമിഷം നിങ്ങൾ എന്താണ് അറിയേണ്ടത്, യൂണിവേഴ്സിന് എന്താണ് നിങ്ങളോട് പറയാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ഈ നിമിഷം എന്താണ് അറിയേണ്ടത്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഇത് കോസിവിറ്റാണ്, ഫുൾ കാർഡാണ്. അതായത് നിങ്ങളൊരു പുതിയ തുടക്കത്തിലേക്ക് പോകുന്നു. അതായത് നിങ്ങൾ പാസ്റ്റിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളെയും പിന്നിൽ വേണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നു, വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള, അതായത് പഴയ പാസ്റ്റിൻ്റെ കാപട്യങ്ങളൊന്നും ഇല്ലാതെ ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ പോകുന്നു. ഒരു ഫ്രഷ് ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നു എന്നാണ് ഫസ്റ്റ് കാർഡ്. സെക്കൻഡ് വൺ ജസ്റ്റിസ് ആണ്. അതായത് നിങ്ങൾ എന്താണോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ട്രൂത്ത് എന്താണോ, നിങ്ങൾ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, അതിലേക്ക് മാത്രം അതിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുക. ബാക്കിയെല്ലാം നിങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞു വരും. നിങ്ങൾക്കുള്ള നീതി നടപ്പിലാകും എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്താണോ കാത്തിരിക്കുന്നത് അതാണ് നിങ്ങൾക്കുള്ള ജസ്റ്റിസ്, അത് നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഉണ്ടെന്ന് പറയുന്നുണ്ട്. 2 ഓഫ് വാണ്ട്സ് ആണ്. നിങ്ങൾ എന്താണോ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങൾ അത്രത്തോളം കൺട്രോൾഡ് ആയിരിക്കണം. അതുപോലെ നിങ്ങൾ അത്രത്തോളം ശ്രദ്ധിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കാൻ. ബിക്കോസ് യു ആർ ദ ഓൺലി റെസ്പോൺസിബിൾ പീപ്പിൾ ഓർ റെസ്പോൺസിബിൾ പേഴ്സൺ ഫോർ യുവർ ഡെസ്റ്റിനി. നിങ്ങളുടെ ഫ്യൂച്ചറിൻ്റെയും നിങ്ങളുടെ ഡെസ്റ്റിനിയുടെയും നിർമ്മാതാക്കൾ നിങ്ങൾ മാത്രമാണ്. ഓക്കെ. ഫോർത്ത് കാർഡ് വന്നിട്ട് 10 ഓഫ് വാണ്ട്സ് ആണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു കാർമിക് സൈക്കിൾ അല്ലെങ്കിൽ ഒരു കർമ്മ തലയിൽ വെച്ചിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നിലധികം കർമ്മ നിങ്ങൾ തലയിൽ വെച്ചിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കാര്യങ്ങൾ നിങ്ങൾ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് കാര്യങ്ങൾ എടുക്കണം. അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ എടുത്ത് തലയിൽ വെച്ചിട്ട് ഒരേ സമയം ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. അപ്പം നിങ്ങൾ തന്നെയാണ് പ്രശ്നങ്ങളെ വഷളാക്കുന്നത്. നിങ്ങൾ ഓരോരോ പ്രശ്നങ്ങളായിട്ട് കോംപ്രമൈസ് ചെയ്ത് ഓരോരോ പ്രശ്നങ്ങളായിട്ട് അതിന് പരിഹാരം കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ ഇമോഷണലി വളരെ ബുദ്ധിമുട്ടിൽ അനുഭവിക്കുന്ന സമയമായിരിക്കും. അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ തലയിൽ വെച്ചിട്ട് ഒന്നും പരിഹരിക്കാൻ പറ്റാതെ നടക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. അങ്ങനല്ല, ഓരോന്നായിട്ട് കോംപ്രമൈസ് ചെയ്ത് പരിഹരിച്ച് പോകാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അടുത്തത് നൈറ്റ് ഓഫ് സോഡ്സ് ആണ്. നിങ്ങൾ കുറച്ചും കൂടെ പാഷനേറ്റ് ആവണം, കുറച്ചും കൂടെ അംബീഷ്യസ് ആവണം. നിങ്ങളുടെ എന്താണോ ഡ്രീം, ആ ഡ്രീമിനെ നിങ്ങൾ ചേസ് ചെയ്യണം എന്നാണ് നൈറ്റ് ഓഫ് സോഡ്സ് പറയുന്നത്. നിങ്ങൾ പാഷനേറ്റ് അല്ല, നിങ്ങൾക്ക് പാഷനില്ല, നിങ്ങൾ ഫോക്കസ്ഡ് ആണ്, അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പാഷനേറ്റ് അല്ല. നിങ്ങൾ പാഷനേറ്റ് ആയിട്ട് അതിൽ ഒരു അംബീഷ്യസ് ആയി വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കാര്യവും നിങ്ങൾ ആഗ്രഹിച്ച ഫലം നിങ്ങളിലേക്ക് വന്നു ചേരുകയുള്ളൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് ഈ നിമിഷം യൂണിവേഴ്സിൽ നിന്ന് അറിയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.